ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അബായ എങ്ങനെ ചെറിയ കുട്ടികൾക്ക് ആക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് കേട്ടോ. നമ്മുടെ മദ്രസൊക്കെ തുറന്നു, അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പർദ്ദൊക്കെ ഇപ്പോൾ ആവശ്യമായിട്ടുള്ള സമയമാണല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ വലിയവർക്കുള്ള പർദ്ദ എടുക്കാൻ പോയ അതേ റേറ്റ് തന്നെയായിരിക്കും ചെറിയ കുട്ടികളുടെ പർദ്ദ തന്നെയാണെങ്കിലും നല്ല റേറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാരുടെ ഒക്കെ പർദ്ദ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് അത് കുട്ടികൾക്ക് മാറ്റിയെടുക്കാം. ചെറിയ ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതുപോലുള്ള ഒരു വലിയ അമ്പർല, അതായത് അമ്പർല ടൈപ്പിലുള്ള പർദ്ദയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. വലിയ സൈസാണ്. നമ്മളെ എന്താ പറയുക, കോണായിട്ട് കട്ട് ചെയ്തിട്ടുള്ള അമ്പർലയില്ലേ, അതാണ് നമ്മുടെ ഇവിടെ എടുത്തിട്ടുള്ള അബായ. അപ്പോൾ ഇതാ അളവ് ഞാൻ മേലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തൊരു വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വർക്ക് ഫ്രണ്ട് പോർഷനിലത്തെ വർക്ക് മാത്രം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇറക്ക് കുറക്കേണ്ട ആവശ്യമുണ്ട്, പക്ഷേ ആ വർക്ക് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടിലത്തെ വർക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അളവ് വെച്ചിട്ടുള്ള അബായല്ലേ, അതിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂട്ടണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് ഇറക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ലെങ്ത്ത് കൂടുതലുമാണ്. വലിയ സൈസിലുള്ള അബായല്ലേ, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു കട്ടിങ്ങിലുള്ള അബായ ഇറക്ക് കുറച്ച് ഷേപ്പ് ചെയ്യുമ്പോൾ ഇട്ട് കഴിഞ്ഞൊരു ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ വിരിച്ചിട്ടിട്ട് അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ നമുക്കിത് സക്സസ് ആയിട്ട് കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈനുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നമ്മുടെ അബായയുടെ മേലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ നിന്ന് മാത്രം അതേ അളവിലൊരു പീസ് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ആദ്യം വലിയ അബായയിൽ നിന്ന് ഫ്രണ്ട് പോർഷനിൽ നിന്ന് മാത്രം ആ ഡിസൈന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പിന്നെ ഇറക്കം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നിന്ന് മാത്രം വീണ്ടും ആ ഡിസൈനിൻ്റെ അളവിലുള്ള പീസ് കട്ട് ചെയ്ത് കളയുകയാണ്. അത് വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഡിസൈൻ അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ട, അമ്പർല ആയതുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അതേ ലെവലിൽ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. എങ്കിലാണ് ഫിനിഷിംഗ് ലുക്ക് നന്നായിട്ട് വരുള്ളൂ. നമ്മൾ റെഡിമെയ്ഡ് എടുത്ത അബായ പോലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അത് ഫൈനൽ ലുക്കിൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഈ പീസ് കട്ട് ചെയ്ത് കളയാം. കണ്ട, ഇതുപോലെ. എന്നിട്ട് ആ കട്ട് ചെയ്ത് കളഞ്ഞ പോർഷനിലേക്ക് നമ്മുടെ ഡിസൈനിൻ്റെ ഇത് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് കൈയാണ്. കൈ ഇതാ ആ വർക്കിൻ്റെ അത്രയും കൈ കൂടുതലാണ്. അപ്പോൾ നമ്മളത് അളവ് പറഞ്ഞിട്ട് അത്ര ആക്കണം. ഇനി ഇതാ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഡിസൈനിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിതാ ഇതുപോലെ ഫ്രണ്ട് പോർഷനിലേക്ക് വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കർവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിസൈൻ കട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഡിസൈൻ ഭാഗം കർവ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം വെച്ചിട്ട് സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അതായത് കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന അബായയുടെ സെൻറ്റർ പോർഷനും അടവെടുത്തിട്ട് ആദ്യം സെൻറ്ററിൽ നിന്ന് കർവ് ചെയ്തിട്ട് തന്നെ അടിച്ചു കൊണ്ടുവരിക. നമ്മൾ കൈയൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വളച്ച് പിടിച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഈ അബായയുടെ ഈ ഭാഗം കർവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ആദ്യം നമുക്ക് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് അടുത്ത സെൻറ്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുത്താൽ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോസ് 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഡിസൈൻ പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചടിക്കണം, കാരണം സൂചി പൊട്ടിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൈയാണ് നോക്കാനുള്ളത്. അപ്പോൾ കൈ ആ വർക്ക് ഉണ്ടല്ലോ, ആ വർക്കുള്ള ഭാഗം അത്രയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ വർക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ അളവ് പർദ്ദ ഉണ്ടല്ലോ, അളവ് പർദ്ദ വെച്ചിട്ട് ഏകദേശം അളവ് വ്യക്തമാക്കിയിട്ട് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഡിസൈന് കയ്യുമ്മ വെച്ച് കൊടുക്കുക. അത്രയും വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആ കട്ട് ചെയ്ത് കളഞ്ഞു കൊടുത്ത് നമ്മൾ ഡിസൈന് വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ലെങ്ത്ത് കിട്ടും കേട്ടോ കൈയുടെ. കണ്ടോ, ഞാനിവിടെ അബായ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട, അളവ് ആ ഒരു ഡിസൈന് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ പർദ്ദയുടെ അളവ് കറക്റ്റാണ്. അപ്പം ഇനി നമുക്ക്
ആ അളവിൻ്റെ ഡിസൈനിൻ്റെ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് അവിടെ വെച്ചടിച്ച് കൊടുത്താൽ കൈയുടെ കാര്യമൊക്കെ ആയി. ഇത് അമ്പർല അബായ ആയതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കും. കാരണം ഇത് യോക്ക് കട്ടിങ് ഇല്ലാത്ത ഒരു ടൈപ്പ് കട്ടിങ് ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പർദ്ദ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതാക്കുമ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടിഭാഗം കട്ട് ചെയ്യുമ്പോൾ അതേ കർവിൽ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരിക. അതേ ലെവലിൽ തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ കയ്യമ്മ ഡിസൈൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ചെടുക്കുക കേട്ടോ. കണ്ട, അപ്പോൾ നമ്മുടെ കൈ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കൂട്ടി കൊടുക്കുക. എക്സ്ട്രാ വരുന്ന ലേസ് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഭാഗത്ത് എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക. എന്നിട്ടൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ട, എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് ആ സ്റ്റോണൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് നീറ്റാക്കിയതിന് ശേഷം താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിളാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നമുക്ക് അമ്പർല പർദ്ദ സാധാ കുട്ടികൾക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആ കുട്ടി ഇട്ട് നിൽക്കുന്ന ഫോട്ടോയും ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ട, ഇതാണ് അപ്പോൾ നമ്മുടെ അബായയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അതിൻ്റെ അടിഭാഗമൊക്കെ കട്ട് ചെയ്ത് അടിച്ചതാണെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു, ബൈ.